എവ്രിവൺ, ലെറ്റ്സ് ലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫ്രഞ്ച് റവല്യൂഷൻ ആണ്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ വോളിയം 2-ൽ വരുന്ന ഒരു പോർഷനാണ് ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷൻ പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്പാക്ട് ഓഫ് ദ ഫ്രഞ്ച് ഇവൻറ്റ്സ്, അതുപോലെ തന്നെ ദ ഫ്രഞ്ച് ഇവൻറ്റ്സ് ആൻഡ് ഇംഗ്ലീഷ് പാർട്ടീസ് എന്നുള്ള ടോപ്പിക്കും കൂടെ ഡിസ്കസ് ചെയ്യും. ഈ 3 ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോവുക. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ ഫ്രഞ്ച് റവല്യൂഷൻ. ദ ഫ്രഞ്ച് റവല്യൂഷൻ 1789 to 1795 അതാണ് ഫ്രഞ്ച് റവല്യൂഷൻ്റെ ആ ഒരു പീരീഡ്. ഫ്രഞ്ച് റവല്യൂഷൻ്റെ സ്റ്റാർട്ടിങ്ങുള്ള ഇയർ ഓർത്തിരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. 789 അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന നമ്പേഴ്സാണ്. സോ 1789 ഫസ്റ്റ് പോയിന്റിലോട്ട് കടക്കാം. ഫ്രഞ്ച് റെവല്യൂഷൻ upheld the idea of liberty, equality and fraternity. ഫ്രഞ്ച് റെവല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം എഴുതേണ്ടതായിട്ടുള്ളതും അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ടുള്ള ഒരു പോയിന്റാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. എന്ത് ഐഡിയ ആണ് ഫ്രഞ്ച് റവല്യൂഷൻ മുന്നോട്ട് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഉയർത്തിപ്പിടിച്ചിരുന്നത്? ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. Second point, the untold sufferings of the downtrodden masses was the root cause of the revolution. എന്തുകൊണ്ട് ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടായി? ഈ ഏറ്റവും താഴെ കിടക്കുന്ന ആൾക്കാരുടെ സഫറിംഗ് ആണ് ഈ ഫ്രഞ്ച് റവല്യൂഷന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. Third point, all the rights and privileges were reserved only for the first 2 estates, the nobles and the clergy, and they were also exempted from taxation. നമ്മൾ പറഞ്ഞു ഏറ്റവും താഴെയുള്ള ആൾക്കാരുടെ വിഷമം മൂലമാണ് ഈ ഫ്രഞ്ച് റവല്യൂഷൻ വന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് മുകളിൽ ആരെങ്കിലും അപ്പം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള 2 എസ്റ്റേറ്റുകളാണ് നോബിൾസും ക്ലർജിയും. ഈ 2 വിഭാഗക്കാർ അല്ലെങ്കിൽ ഈ 2 എസ്റ്റേറ്റുകാർ വളരെയധികം പ്രിവിലേജസ് അനുഭവിച്ചിരുന്നു. അവർക്ക് എല്ലാവരുടെയും കുറേ റിസർവേഷൻസ് ഉണ്ടായിരുന്നു, കുറേ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അവർക്കുള്ളൊരു ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ ടാക്സ് അടയ്ക്കണ്ട. അവർ എല്ലാ ടാക്സുകളിൽ നിന്നും അവരെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും താഴെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുള്ളൂ. അവർക്ക് മുകളിലുള്ളവർക്കൊന്നും ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ടായിരുന്നില്ല. ഫോർത്ത് പോയിന്റ്, the teachings of Rousseau and Voltaire also prepared the ground for the general outburst. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂസോവിൻ്റെയും വോൾട്ടയറും ഈ 2 മഹത് വ്യക്തികളുടെ ടീച്ചിങ്ങുകൾ ഒരു പരിധിവരെ ഫ്രഞ്ച് റവല്യൂഷന് കാരണമായിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഇൻ 1789 the Parisian mob stormed the Bastille, the state prison, and thus began the violent revolution. എന്തൊരു സംഭവം ഉണ്ടാകുമ്പോഴും അതിന് തുടങ്ങാനൊരു കാരണം ഉണ്ടാകുമല്ലോ. അങ്ങനെ തുടങ്ങാൻ കാരണം എന്താ ഉണ്ടായെന്ന് വിചാരിച്ചാൽ ഒരു കൂട്ടം ആൾക്കാർ അവിടുത്തെ സ്റ്റേറ്റ് പ്രിസണായ ബാസ്റ്റിലെ എന്ന പ്രിസൺ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് ഫ്രഞ്ച് റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ദ തേർഡ് എസ്റ്റേറ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് General declared itself to be the National Assembly and drafted a new constitution. നമ്മൾ പറഞ്ഞു ആദ്യത്തെ 2 എസ്റ്റേറ്റുകളായിട്ടുള്ള നോബിൾസും ക്ലർജിയും വളരെയധികം ലക്ഷറി അനുഭവിച്ചിരുന്നു. ഈ തേർഡ് എസ്റ്റേറ്റ് ആയിട്ടുള്ള ഈ ട്രോഡൻ ആയിട്ടുള്ള ആൾക്കാർ വളരെ ദുഃഖം അനുഭവിച്ചിരുന്നു. ഈ ബാസ്റ്റിലെ പ്രിസൺ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ചെയ്തത് എന്താണ്? ദ തേർഡ് എസ്റ്റേറ്റ് ഓഫ് ദ സ്റ്റേറ്റ് ജനറൽ ഡിക്ലെയർഡ് ഇറ്റ്സെൽഫ് ടു ബി നാഷണൽ അസംബ്ലി ആൻഡ് ഡ്രാഫ്റ്റഡ് എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുവരെ നിലനിന്നിരുന്ന അവരെ ബാധിച്ചിരുന്ന നിയമങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ആ തേർഡ് എസ്റ്റേറ്റ് സ്വന്തമായി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അവർക്ക് വേണ്ടി തയ്യാറാക്കി. മൊണാർക്കി വാസ് അബോളിഷ്ഡ് ആൻഡ് ഫ്രാൻസ് വാസ് ഡിക്ലെയർഡ് എ റിപ്പബ്ലിക്. ഇത് അടുത്ത പോയിന്റ് ആണ്. മൊണാർക്കി അവരങ്ങ് അബോളിഷ് ചെയ്ത് കളഞ്ഞു. അവിടെ നിന്ന് അങ്ങ് എടുത്ത് മാറ്റിയിട്ട് ഫ്രാൻസിനെ അവർ സ്വയമായി ഒരു റിപ്പബ്ലിക് രാജ്യമായി പ്രഖ്യാപിച്ചു. ഓസ്ട്രിയ ആൻഡ് പ്രഷ്യ ഡിക്ലെയർഡ് വാർ അഗെയിൻസ്റ്റ് റവല്യൂഷണറി ഫ്രാൻസ്. ഈ സമയത്താണ് ഓസ്ട്രിയയും പ്രഷ്യയും റവല്യൂഷണറി ഫ്രാൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വാർ പ്രഖ്യാപിക്കുന്നത്. Thus began the reign of terror which continued systematically up to 1795. നമ്മൾ കണ്ടു 1795 ഫ്രഞ്ച് റവല്യൂഷൻ അവസാനിക്കുന്നതെന്ന്.
അപ്പോൾ ഈ ഒരു പീരീഡ് 1789 to 1795 വരെയുള്ള ആ പീരീഡിനെ റെയിൻ ഓഫ് ടെറർ എന്നാണ് വിളിച്ചിരുന്നത്. അടുത്ത പോയിന്റ്, എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ വർ കിൽഡ് ബൈ ദ എക്സ്ട്രീം റവല്യൂഷണറീസ് കോൾഡ് ജാക്കോബൈൻസ്. ഒരുപാട് പേര് ഇതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആര് മൂലമാണ്? എക്സ്ട്രീം റവല്യൂഷണറീസ്, അവരെ വിളിച്ചിരുന്ന പേരാണ് ജാക്കോബൈൻസ്. എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ വർ കിൽഡ് ബൈ ദ എക്സ്ട്രീം റവല്യൂഷണറീസ് കോൾഡ് ജാക്കോബൈൻസ്. In 1793, Britain joined with Austria, Prussia, Holland and Spain against France. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഓസ്ട്രിയയും അതുപോലെ തന്നെ പ്രഷ്യയും, റഷ്യയല്ല പ്രഷ്യയാണ്, PRUSSIA, പ്രഷ്യയും ഫ്രാൻസിന് അഗെയിൻസ്റ്റ് യുദ്ധത്തിന് വന്നു എന്ന് നമ്മൾ കണ്ടു. ആ സമയത്ത് ഇവരുടെ കൂടെ ആരും കൂടെ ചേർന്നു? ബ്രിട്ടൻ ജോയിൻ ചെയ്തു. ഒപ്പം ഹോളണ്ട് ഉണ്ട്, ബ്രിട്ടനും ഹോളണ്ടും ജോയിൻ ചെയ്തു. Next point, but there was no unity among the allies and the French forces won easy victories. പക്ഷേ എന്തുണ്ടായി? ഫ്രാൻസ് ഇവരെ ഒക്കെ ജയിച്ചു. ഇത്രയും രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നിട്ടും ഫ്രാൻസ് അവരുടെ മുകളിൽ വിജയിച്ചു. കാരണം ഇവരെ ആക്രമിക്കാൻ വന്ന ഈ രാജ്യങ്ങളുണ്ടല്ലോ, പ്രഷ്യ, ഓസ്ട്രിയ, അതുപോലെ ഹോളണ്ട്, സ്പെയിൻ, ഇവർ തമ്മിൽ ഒരു യോജിപ്പ് ഉണ്ടായിരുന്നില്ല. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ക്ലാഷസ് ഉള്ള കാരണം ഇവർ തമ്മിലൊരു യൂണിറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്രാൻസിന് ഇവരുടെ മുകളിൽ ജയിക്കാൻ വളരെ എളുപ്പമായിരുന്നു. നെക്സ്റ്റ് പോയിന്റ്, ആഫ്റ്റർ ദ റെയിൻ ഓഫ് ടെറർ നെപ്പോളിയൻ ബോണപ്പാർട്ട് കെയിം ടു പ്രൊമിനൻസ്. ഈ റെയിൻ ഓഫ് ടെററിന് ശേഷമാണ് അവിടെ നെപ്പോളിയൻ ബോണപ്പാർട്ട് വരുന്നത്. By 1799, the war against revolutionary France became war against Napoleon. In 1804, he made himself the emperor. Napoleon adopted economic warfare against Great Britain. സോ എന്താ സംഭവിച്ചതെന്ന് വിചാരിച്ച ഒരു 1799 ആയപ്പോഴത്തേക്കും ഈ റവല്യൂഷണറി ഫ്രാൻസിൻ്റെ അഗെയിൻസ്റ്റ് നടന്നിരുന്ന വാർ തീർത്തും നെപ്പോളിയൻ അഗെയിൻസ്റ്റുള്ള വോറായിട്ട് മാറി. 1804 അദ്ദേഹത്തിന് തന്നെ അവിടുത്തെ എംപററായി പറയുകയും ചെയ്തു. ഞാനാണ് ഇനി ഇവിടുത്തെ എംപറർ എന്നുള്ള രീതിയിൽ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. നെക്സ്റ്റ് പോയിന്റ്, ഇൻ ഓർഡർ ടു ഡിസ്ട്രോയ് ഇംഗ്ലീഷ് ട്രേഡ് നെപ്പോളിയൻ ഇൻട്രൊഡ്യൂസ്ഡ് ദ കോണ്ടിനെന്റൽ സിസ്റ്റം. ഈ ഇംഗ്ലീഷ് ട്രേഡ് നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നെപ്പോളിയൻ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സിസ്റ്റമാണ് കോണ്ടിനെന്റൽ സിസ്റ്റം. Continental countries were not allowed to trade with England and European ports were shut to British goods. എന്താണ് ഈ കോണ്ടിനെന്റൽ സിസ്റ്റം? കോണ്ടിനെന്റൽ കൺട്രീസ് ഇംഗ്ലണ്ടായിട്ട് ട്രേഡ് ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല. കോണ്ടിനെന്റൽ കൺട്രീസ് were not allowed to trade with England. അതുപോലെ തന്നെ യൂറോപ്യൻ പോർട്ട്സ് were shut to British goods. ഒരു യൂറോപ്യൻ പോർട്ടിലേക്കും ബ്രിട്ടീഷുകാരുടെ ഗുഡ്സ് ഇറക്കാൻ ഇവരെ സമ്മതിച്ചിരുന്നില്ല. നെക്സ്റ്റ് പോയിന്റ്, ദ ബ്രിട്ടീഷ് ഐൽസ് വെർ ബ്ലോക്ക്ഡ് ബൈ ദ ഫ്രഞ്ച് ഫ്ലീറ്റ്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകളുടെ ഇടപെടൽ ഫ്രഞ്ച് ഫ്ലീറ്റ്സ് അങ്ങ് തടഞ്ഞു. നെക്സ്റ്റ് പോയിന്റ്, ബട്ട് ബ്രിട്ടൻ റിട്ടേൺഡ് ഇൻ ദ സെയിം വേ ബൈ ബ്ലോക്കേഡിംഗ് ഫ്രാൻസ്. അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചു ബ്രിട്ടൻ. ദസ് ദ കോണ്ടിനെന്റൽ സിസ്റ്റം ഓഫ് നെപ്പോളിയൻ വാസ് എ ഫെയിലിയർ. അവര് അങ്ങനെ ചെയ്തപ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിച്ചപ്പോൾ രണ്ടുപേരും തുല്യ ശക്തികളായതുകൊണ്ട് ഏകദേശം ആ ഒരു കോണ്ടിനെന്റൽ സിസ്റ്റം ഫെയിലിയർ ആയിരുന്നു. നെക്സ്റ്റ് പോയിന്റ്, ഇൻ 1813 എ ന്യൂ കോയിലേഷൻ ഗ്രേറ്റ് ബ്രിട്ടൻ, റഷ്യ, പ്രഷ്യ ആൻഡ് ഓസ്ട്രിയ വാസ് ഫോംഡ്. അപ്പോൾ 1813 ഇവർ തമ്മിൽ ഒരു യോജിപ്പ് ഉണ്ടായി. ആര് തമ്മിൽ? ഗ്രേറ്റ് ബ്രിട്ടൻ, റഷ്യ, പ്രഷ്യ ആൻഡ് ഓസ്ട്രിയ. Next point, at first Napoleon won a number of victories but suffered a fatal defeat in the Battle of the Nations at Leipzig. ആദ്യമെല്ലാം നെപ്പോളിയൻ വളരെയധികം വിജയങ്ങൾ കൈവരിച്ചുവെങ്കിലും അവസാനം അദ്ദേഹം ദ ബാറ്റിൽ ഓഫ് ദ നേഷൻസ് അറ്റ് ലെപ്സിഗ് 1813 ഡിഫീറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. He was utterly defeated in the Battle of Waterloo. അത് കഴിഞ്ഞ് വീണ്ടും 1815 വാട്ടർലൂവിൽ അദ്ദേഹം തോൽക്കുകയുണ്ടായി. ആൻഡ് വാസ് എക്സൈൽഡ് ടു സെൻറ്റ് ഹെലന വെർ ഹി ഡൈഡ് ഇൻ 1821. ആ വാട്ടർലൂ ബാറ്റിൽ തോറ്റപ്പോൾ അദ്ദേഹത്തിന് നാട് കടത്തുകയുണ്ടായി. സെൻറ്റ് ഹെലന ഐലൻഡിൽ അദ്ദേഹത്തിൻ്റെ നാട് കടത്തി അദ്ദേഹം 1821 മരിച്ചു. According to the Treaty of Paris, the Bourbon King Louis was restored to power. So, a
അക്കോർഡിംഗ് ടു ദിസ് ട്രീറ്റി ഓഫ് പാരീസ് ബോർബോൺ കിങ് ആയ ലൂയിസ് 18 പവറിലേക്ക് റിസ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്തു. ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. സോ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന ടോപ്പിക്കിൽ ഇത്രയും പോയിന്റാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിചാരിക്കേണ്ടത്. സോ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പാക്ട്സ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷനും അതുപോലെ തന്നെ ദ ഫ്രഞ്ച് ഇവൻറ്റ്സ് ആൻഡ് ദ ഇംഗ്ലീഷ് പാർട്ടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി തോന്നിയെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.